ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും നന്നായിട്ട് ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു വട്ടലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ വട്ടലപ്പം നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1.5 കപ്പ് അളവിലാണ് കേട്ടോ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആകെ 375 ml ആണ്. അതായത് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അതൊന്ന് അരിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട കാര്യം കരിപ്പട്ടിയാണ്. ഞാനിപ്പോൾ 150 ഗ്രാം അളവിലെ കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള കരിപ്പട്ടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കരിപ്പട്ടിയിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അതിലും മാത്രമേ ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്താലും മതിയാവും. കരിപ്പട്ടിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കരിപ്പട്ടി എല്ലാം ഒന്ന് അലിഞ്ഞ് ചേരട്ടെ. ആ ഒരു രീതിക്ക് ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് ചേരുവകളൊന്നും നമ്മുടെ ഈ വട്ടലപ്പത്തിന് നമുക്ക് ആവശ്യമായിട്ടില്ല. പക്ഷേ നമ്മളിതിങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇനിയിപ്പോൾ കരിപ്പട്ടി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ശർക്കരയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തേക്കണം. അതായത് മിക്സിയിലൊന്നും ഇട്ട് നമ്മളത് അടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ അതിൻ്റെ കറക്റ്റ് ആ ടെക്സ്ചർ ആകെ പാടെ മാറിപ്പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരിപ്പട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 6 മുട്ടയും കൂടി. അതായത് 1.5 കപ്പ് അളവിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഒരു 6 മുട്ടയുടെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ 6 മുട്ട ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഈ ഒരു കരിപ്പട്ടിയുടെ അളവ് കറക്റ്റ് ആണോ, അതായത് കൂടുതൽ മധുരം വേണമോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് കരിപ്പട്ടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമുക്ക്. ഏലക്ക പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഏലക്ക നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ ഇതുപോലെ ഒരു 2 പിഞ്ച് അളവിൽ ഉപ്പും കൂടി. ഉപ്പ് ഒരുപാട് വേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ഈ കരിപ്പട്ടിയിലുള്ള ആ ഒരു ചെറിയൊരു കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആ മുട്ടയിലുള്ള ആ ഒരു ചെറിയ ബബിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഉറപ്പായിട്ട് ഇതൊന്ന് അരിച്ച് തന്നെ എടുത്തേക്കണം. ഇതൊന്ന് അരിച്ചൊഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതങ്ങൊന്ന് അടിക്കൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. ഈ ഒരു ബൗളിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇതുപോലെ ചെറിയൊരു അരിപ്പയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇത്രയും തരിയും പൊടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. വലിയ ഹോളിൽ അരിപ്പയിൽ അരിച്ചെടുക്കരുത്. ഇതുപോലെ ചെറിയ ഹോളിൽ അരിപ്പയിൽ വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു കടായിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരികയാണ്. തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുത്താലും മതിയാവും.
ഇതിലേക്ക് നമ്മളിതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഒന്നുകിൽ ഒരു പ്ലേറ്റ് കൊണ്ടൊന്ന് അടച്ചു വെച്ചിട്ട് അതിലേക്ക് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടാണ് ഇതൊന്ന് കവർ ചെയ്തിട്ട് അതിലേക്ക് വെക്കുന്നത്. ഇതുപോലെ ആവിച്ചെമ്പിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്ത ശേഷം പിന്നെ നമുക്കിനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയേക്കണം. അതായത് ഇതല്ല തുറക്കേണ്ടത്, ഒന്ന് വെള്ളം എങ്ങാനും വറ്റിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വേണമെങ്കിൽ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ വട്ടലപ്പം വെന്ത് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറാണ് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കുന്ന സമയം. എന്നാൽ ശരി, ഇതൊരു 30 മിനിറ്റ് ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ആവിയിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നന്നായിട്ട് ഇതൊന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ തണുപ്പിക്കാം. ഇതിപ്പോൾ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇത് നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇതിപ്പോൾ ചെറിയ ചൂടെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അകത്തൊന്നും വെള്ളമൊന്നും നിൽക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ലതുപോലെ ഒന്നും വെന്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇനി നമുക്കിത് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കത്തി കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്കും കത്തിയിലൊന്നും മുട്ടാതെ നല്ല ക്ലീൻ ആയിട്ട് ഇതുപോലെ വരണം. അതാണ് ആ പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് വെന്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കുമ്പോഴത്തേന് ഈസി ആയിട്ട് റിമൂവായി വന്നോളും. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വട്ടലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് കാണുന്നത് കണ്ടോ, ഇതാണ് ആ വട്ടലപ്പത്തിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വട്ടലപ്പമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം കരിപ്പട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കി നോക്കണം. അതല്ല കരിപ്പട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കരയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.